ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാമേജ് അസസ്മെൻറ്റ്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിജീവനം, അതിലേക്ക് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. എന്തായാലും ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ, മൃഗങ്ങൾ, ആനിമൽസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഒലിച്ചു പോകുന്നു, ജീവ അപകടം ഉണ്ടാവുമെങ്കിലും ഗവൺമെൻറ് അതോറിറ്റീസ് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട് അതിന് ഓരോരോ എന്താ പറയുക മാർഗങ്ങൾ കണ്ടെത്തി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതിനുള്ള പോളിസീസ്, അതിനുള്ള പ്ലാനിങ്, ഗൈഡ് ലൈൻസ്, അത് ഇറക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ്, അവർക്കുള്ള ഷെൽട്ടർ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അങ്ങനെയുള്ള ഒന്നൊന്നിനോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഡാമേജ് അസസ്മെൻറ്റ്. അതായത് അവിടെ അവശിഷ്ടങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക. അസസ്മെൻറ്റ് മീൻസ് അവരെ ആ ഡാമേജ് എന്താവാം, വീടിൻ്റെ ഡാമേജ് ആയ പല സംഭവങ്ങളും, വീടായിട്ടും ഇനിയിപ്പം അവരുടെ മെറ്റീരിയൽസ്, വീട്, ബിൽഡിങ്സ്, ദെൻ ഡെഡ് ബോഡീസ് ആൻഡ് ആനിമൽ ഡെഡ് ബോഡീസ്, അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ പലതിനും അതൊക്കെ ഡാമേജിൽ ഉൾപ്പെടുത്തുക. അതെല്ലാം എങ്ങനെ അസസ്മെൻറ്റ് ചെയ്യുന്നു, അതെന്താ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ, അത് എലമെൻറ്റ്സ് ഓഫ് ഡാമേജ് അസസ്മെൻറ്റ്, ഡയമെൻഷൻസ് ഓഫ് ഡാമേജ് അസസ്മെൻറ്റ്, ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്സ്, ലോസ് ആൻഡ് ഡാമേജ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഡാമേജസ് ഓഫ് ഹൗസിംഗ്. ഓക്കെ, ഹൗസിങ്ങും ഡാമേജ് ഓഫ് ഹ്യൂമൻ ലൈഫും മെത്തേഡും അസസ്മെൻറ്റും ആൻഡ് എലമെൻറ്റ്സ് കുറച്ച് അധികം പറയാനുണ്ട്. എലമെൻറ്റ്സ് വേറെ തന്നെ പോയിൻറ്റ്സ് ബേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡാമേജ് അസസ്മെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഡാമേജ് അസസ്മെൻറ്റ്. ഇതിലെന്താണ് എലമെൻറ്റ്സിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഡാമേജ് അസസ്മെൻറ്റിലുള്ളത് നോക്കാം. അത് ഫസ്റ്റ് എലമെൻറ്റ്സ് ഈസ്, അത് ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചിട്ടില്ല, ഇതിൽ ഒബ്ജക്റ്റീവ്സും നമ്മളെല്ലാ പാഠങ്ങൾ കവർ ചെയ്ത പോലെ തന്നെ ഇതിലും ഒബ്ജക്റ്റീവ്സും ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ട്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? മേജർ എലമെൻറ്റ്സ് ഓഫ് ഡാമേജസ്. എന്തൊക്കെയാണ് മേജർ എലമെൻറ്റ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വേരിയസ് ഡയമെൻഷൻസ്, എവിടേക്കാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ, ഡാമേജ് അസസ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓഫ് retrospective and prospective analysis of disasters, so estimate the impact of disaster, to make rapid assessment areas affected, to know extent, impact or purpose of immediate rescue and relief operation. Immediate purpose and relief and എന്താണ് immediate rescue and relief, അവർക്ക് കൊടുക്കുന്ന റെസ്ക്യൂ, അവർക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് റിലീഫ്, അവർക്ക് കൊടുക്കേണ്ട പെട്ടെന്ന് കൊടുക്കേണ്ട എന്തൊക്കെ സജഷൻസ് കൊടുക്കാം, അടിയന്തരമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എന്തിൽ പറയുന്നത്, അതും അതും ഒക്കെ കൂടിയാണ് ഈ ഡാമേജ് അസസ്മെൻറ്റ് എന്ന കാര്യത്തിൽ, അത് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ദ പ്രിപ്പയർ ഓഫ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ എമൗണ്ട് ഓഫ് റിലീഫ് പ്രൊവൈഡഡ് ടു ദ റിലീഫ് ടു ഫുഡ്, ക്ലോത്ത്, മെഡിസിൻ ആൻഡ് ഷെൽട്ടർ. ഫുഡ് ഫസ്റ്റ് ഈസ് ഫുഡ്, ക്ലോത്ത്, മെഡിസിൻ, ഷെൽട്ടർ. അതായത് മരുന്നിനും ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനൊക്കെ എത്രത്തോളം ഫണ്ട് റിലീഫ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ടു ഐഡൻറ്റിഫൈ ഫോക്കസ് ഏരിയ ഓഫ് പർപ്പസ് ഓഫ് ആക്ഷൻ, സിമിലർ ഫ്യൂച്ചർ, ടു മേക്ക് ആൻഡ് ഡീറ്റെയിൽ അസസ്മെൻറ്റ് റിഗാർഡിംഗ് റിക്വയർമെൻറ്റ്, ലോങ് ടേം റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്ലാൻ. അതായത് ഭാവിയിലേക്ക് ഇവരെ പുനരധിവസിപ്പിക്കണമല്ലോ, ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. പുനരധിവാസം എന്ന മലയാളത്തിൽ പറയാം, പുനരധിവാസം, അവരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, then damage assessment is therefore a prejudice of effective disaster response effort. The effective decision official responsible for organizing post disaster relief operation should be properly informed of the damage of possible. അതായത് മുന്നിൽ നടന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, എന്താ പ്രശ്നങ്ങളോ ദുരന്തങ്ങളോ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിനെ റിലേറ്റഡ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് പിന്നീട് വന്ന കഴിഞ്ഞു പോയ ദുരന്തത്തിനെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നീട് വന്ന ദുരന്തത്തെ എന്ത് ചെയ്യുന്നത്, അവർ മെഷർ ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതുമെല്ലാം. അപ്പം അതും ഇതിൽ പറഞ്ഞിരിക്കുന്നു. എലമെൻറ്റ്സ് ഓഫ് ഡാമേജ് അസസ്മെൻറ്റ്, ഇതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് എലമെൻറ്റ്സ് ഓഫ് ഡാമേജ് അസസ്മെൻറ്റ്. എന്താണ് എലമെൻറ്റ്സ്?
Identification type of information needed, source of data collection through primary and secondary sources. Primary and secondary sourcesലെ ഡാറ്റ കളക്ഷൻ അതെങ്ങനെയാണ്? പ്രൈമറി കിട്ടുന്നത് എന്തായിരിക്കും? പ്രൈമറി അത് ഫസ്റ്റ് കിട്ടുന്ന തെളിവുകൾ അല്ലേ, കിട്ടുന്ന ഡാറ്റാസ്. സെക്കൻഡറി അത് പിന്നീട് വരുന്ന തെളിവ്. അത് ഫസ്റ്റ് ഈ മീഡിയാസ് ഫസ്റ്റ് അവിടെ എത്തി തെളിവ് കാണിക്കും, ഇന്നതാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു, പെട്ടെന്ന് അടിയന്തരമായിട്ട് അവർ നമുക്ക് ന്യൂസ് തരും. നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ന്യൂസ് കൈമാറുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നതാണ് പ്രൈമറി. നെക്സ്റ്റ് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നമുക്ക് മെല്ലെ സ്ലോലി കിട്ടുന്നതായിരിക്കും സെക്കൻഡറി ഡാറ്റ. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ഡാറ്റ. അത് കിട്ടുന്നത് അനലൈസ് ചെയ്യണം. കിട്ടുന്ന ഡാറ്റാസ് ഇത് എപ്പോൾ സംഭവിച്ചു, ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ ഡാറ്റ നോക്കണം. നെക്സ്റ്റ് റിപ്പോർട്ട് റൈറ്റിംഗ്. അതിനെപ്പറ്റി റിപ്പോർട്ട് റൈറ്റ് ചെയ്യണം. ഡ്രോയിങ് കൺക്ലൂഷൻ. അതിന് നെക്സ്റ്റ് കൺക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് മേക്കിംഗ് ഫോർകാസ്റ്റ് ചെയ്യണം. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അതിന് അനലൈസ് ചെയ്യണം. റെക്കമെൻഡേഷൻ ഓഫ് മെഷേഴ്സ് സജസ്റ്റഡ് ഡിസിഷൻ ഓഫ് ഇംപ്ലിമെൻറ്റേഴ്സ്. ഓക്കെ, അതായത് ഇത് പിന്നീട് പിന്നെ ഇവർ ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, ഇവരെ അറേഞ്ച് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ബേസിക് ഡാറ്റ ജനറേറ്റഡ് ഫ്രം ദ ഫ്ലോ ഇൻ ദ ബോട്ടം. ബേസിക് ഡാറ്റാസ് എന്തൊക്കെയാണ്? വിച്ച് ഹസാർഡ് ഹാസ് ലോൺ അഫക്റ്റഡ് ഏരിയാസ്, നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ് ഓഫ് ഇമ്മീഡിയറ്റ് എമർജൻസി മെഷർ. ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട എമർജൻസി തിങ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ. റിസോഴ്സസ് അവൈലബിൾ ഫോർ യൂസ്. അവർക്ക് കിട്ടുന്ന റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള ഒരു പരിശ്രമം. Then possibilities of facilities and expediting longer term recovery development and directory information, various line department of contact details. Then village wise types of disaster along the degree of risk. Village wise എന്ത് ചെയ്യണം? വില്ലേജ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എല്ലാം വിത്ത് ഡിഗ്രി ഓഫ് റിസ്ക്. അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് വില്ലേജ് വൈസ് ആയിട്ട് നടന്ന ദുരന്ത നിവാരണത്തിലൂടെ നമുക്ക് അതിനുള്ള റിസ്ക് എടുക്കുന്നതിനുള്ള പഠനം. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആൻഡ് പാസ്റ്റ് ഇവൻറ്റ്സ് വിത്ത് ഡാമേജ് ഡീറ്റെയിൽസ്. അതായത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് വെച്ച് ഇപ്പം നടന്ന ഈ ഒരു അപ്ഡേറ്റ്സ് ആയി നടന്ന ദുരന്തത്തെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് സെൻസസ് ഡാറ്റ സെറ്റ്സ്. അഗ്രികൾച്ചർ ആൻഡ് പോപ്പുലേഷൻ സെൻസസ്. എത്രത്തോളം എത്രത്തോളം ജീവനാണ് പോയത്, എത്രത്തോളം ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതിന് എന്ത് വേണം? ഒരു കറക്റ്റ് റെക്കോർഡിംഗ് ഡാറ്റ വേണം എന്നാണ് പറയുന്നത്. ഡയമെൻഷൻസ് ഓഫ് ഡാമേജ് അസറ്റ്. എന്തൊക്കെ ഡയമെൻഷൻസ് ആണുള്ളത്? ഇൻഫർമേഷൻ ഓഫ് പ്രൈമറി കംപ്ലൈൻറ്റ് ബയോളേസ് ഫോളോയിങ് കാറ്റ്. എന്തൊക്കെയാണ് ഡയമെൻഷൻസ് എടുക്കുക? നേച്ചർ ഓഫ് ദ ഡിസാസ്റ്റർ, ദാറ്റ് ഡേറ്റ്, ടൈം, എക്സാക്ട് ലൊക്കേഷൻ, ഡീറ്റെയിൽസ് ഓഫ് ഒക്യൂറൻസ് ഓഫ് നാച്ചർ ആൻഡ് റെഗുലർ റിപ്പോർട്ട് റിഗാർഡിംഗ് പ്രോഗ്രസ് ഓഫ് ഡാമേജ്. റെഗുലറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റിസ്റ്റോറേഷൻ ഓഫ് കോമ്പറ്റീഷൻ പെർട്ടിക്കുലർ ഓഫ് വിഷൻ. എന്തൊക്കെയാണ് റിസ്റ്റോറേഷൻ ചെയ്യുന്നത്? നെക്സ്റ്റ് ഡേറ്റ് കളക്ഷൻ വിച്ച് ഈസ് ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ്. എന്തൊക്കെ ഡേറ്റ് കളക്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സ്പെർട്ടൈസ് ആൻഡ് അഡ്വൈസ് ഓഫ് സർവേ സ്പെഷ്യലിസ്റ്റ് ആൻഡ് യൂസ് ഓഫ് സാമ്പിൾ സർവേ, കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണൽ പ്രിഫറൻസ്. യൂസ് ഓഫ് സാമ്പിൾ സർവേ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പേഴ്സണൽ പ്രിഫറൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് പേഴ്സണൽ ഡാറ്റ കളക്ഷൻസ്. അതായത് മരിച്ചവരുടെ ആധാർ കാർഡൊക്കെ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന കാഴ്ചകൾക്ക് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പിന്നെ റിലേറ്റീവ്സ് പറയും ഇന്ന ആളെ കാണുന്നില്ല, അപ്പോൾ അതും. ദെൻ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഗ്രൂപ്പ്. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേർട്ട് ആർ കളക്ട് ഓൾ ദ അവൈലബിൾ ഡിസാസ്റ്റർ റിലേറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്പൈൽ ദ ഏർലിയസ്റ്റ്. മുൻപേ നടന്ന ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേഷൻ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ ആർ ദ കളക്ട് ദ അവൈലബിൾ ഡാറ്റാസ് കളക്ട് ചെയ്യും. ഓക്കെ. ഡാമേജ് അസസ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബേസിക് ലെവൽ ഓഫ് ഇൻവെൻഷൻ. അത് firstly it is required emergency of relief measures and which quick assessment of damage and basis. The type of assessment is called rapid damage assessment. അതായത് ഡാമേജ് അസസ്മെൻറ്റ് എന്തെന്ന് പറയുന്നത് റാപ്പിഡ് ഡാമേജ് അസസ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഇറ്റ്സ് ഔട്ട് അസസ്മെൻറ്റ് ദ ബേസിക് ഐറ്റംസ് ഓഫ് കവേർഡ് റാപ്പിഡ് അസസ്മെൻറ്റ്. ഈ അസസ്മെൻറ്റിൽ എന്ത് അറിയപ്പെടുന്നു? റാപ്പിഡ് അസസ്മെൻറ്റ് എന്നും പറയപ്പെടുന്നു. റാപ്പിഡ് അസസ്മെൻറ്റ്.
റാപ്പിഡ് അസസ്മെൻറ്റിലുള്ളതാണ് നെയിം ഓഫ് ദ പ്ലേസ് ആൻഡ് കോസറ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം. നെയിം ഓഫ് പ്ലേസ് എന്താണ് റാപ്പിഡ് അസസ്മെൻറ്റ് പറയുന്നത്? നെയിം ഓഫ് പ്ലേസ്, ദ കോസീവ് ഫാക്ടേഴ്സ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം, ഏരിയ അഫക്റ്റഡ്, ടോട്ടൽ നമ്പേഴ്സ് ഓഫ് വില്ലേജ് ഓഫ് നൈബർഹുഡ് അഫക്റ്റഡ്, ടോട്ടൽ പോപ്പുലേഷൻ. ഇതൊക്കെയാണ് എന്തിൽ പറയുന്നത്? റാപ്പിഡ് അസസ്മെൻറ്റിൽ കാണിക്കുന്നത്. ഫ്രെയിംവർക്ക് ആൻഡ് മെത്തേഡ്സ്, അതായത് ദ ഫ്രെയിംവർക്ക് ഫോർ ഡാമേജ് അസസ്മെൻറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ദ framework and method is divided into 2 parts. The one is initial situation overview and needs analysis. ഒന്ന് നീഡ് അനാലിസിസ്, അവിടെയുള്ള ആശയ വിശകലനം, പെട്ടെന്ന് അത്യാവശ്യം വേണ്ട ആശയ വിശകലനം ചെയ്യും, എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യും. നെക്സ്റ്റ് ഇനീഷ്യൽ സിറ്റുവേഷൻ ഓവർവ്യൂ, അവർ മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാട്, എന്താണിത്, ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു, എന്താണെന്നൊക്കെ. ദെൻ അസസിങ് ലോസ് ആൻഡ് ഡാമേജ് ഓഫ് ഹ്യൂമൻ ലൈഫ്, അത് നമുക്കറിയാം അല്ലേ. അസസിങ് എന്തിനെപ്പറ്റി ഒരു നിലപാട് സ്വീകരിക്കും, എത്ര മനുഷ്യർ മരിച്ചു, എന്തൊക്കെ ഡാമേജാണ് വന്നത്, എത്ര വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചു, ആർക്കൊക്കെ പരിക്ക് പറ്റി, അങ്ങനെയുള്ള വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പേ അറ്റൻഷൻ certain special group of people who tend the left out enumeration process. Migrant workers and tourists, travelers, uniformal sectors workers may be difficult to be estimated because of the lack of such record. All this information help to effective targeting of the humanitarian response. The assessing damage of housing damage എങ്ങനെ നോക്കും? The catastrophic event can be cause every degree of damage. Okay, then ഇപ്പോൾ 2 തരം അസസിങ് ഓഫ് ലോസ് ആൻഡ് ഡാമേജ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മളിതാ വായിച്ചത് ലോസ് ആൻഡ് ഡാമേജ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡാമേജ് ഓഫ് ഹൗസിങ്, അതായത് ഇതിൻ്റെ അനാലിസിസ്. ഓക്കെ, ഇതിൻ്റെ അതായത് എത്ര ഹൗസിന് ഡാമേജ് സംഭവിച്ചു, ആൻഡ് ലോസ് ഓഫ് ഡാമേജ് ഓഫ് എത്ര മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു, ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇതിൻ്റെ. assessing damage of housing. Okay, next assessing damage of community infrastructure. ഇതിൽ നെക്സ്റ്റ് അസസിങ് ഡാമേജ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ് ആൻഡ് ഏരിയ ലെവൽ സർവേ ആൻഡ് ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, ഇത് മറന്നു പോകുന്നത് എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ആ ഒരു ഏരിയ, ദുരന്തം നടന്ന ഏരിയയിൻ്റെ ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്താൽ മാത്രമേ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റൂ. ഇതെങ്ങനെ നടന്നു, എന്തിനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ കറക്റ്റായിട്ട് എന്ത് വേണം, അതിനൊരു ഫോട്ടോജനിക് ഡോക്യുമെൻറ്റേഷൻ വേണം, ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ വേണം. ഓക്കെ, അത് പറയുന്ന assessment of following components. ഓക്കെ, ഇതിൽ മെയിനായിട്ട് എഴുതാനുള്ളത് അതായത് ഏരിയ ലെവൽ സർവേ, ഇൻഫ്രാസ്ട്രക്ചർ മാപ്പിംഗ്, നെക്സ്റ്റ് ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ, ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് അസസ്മെൻറ്റ് ഫോളോയിങ് കോമ്പണൻസ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഏരിയ ലെവൽ ഡോക്യുമെൻറ്റേഷനും മാപ്പിങ്ങും ഫോട്ടോഗ്രാഫി, ഇത് നിങ്ങൾക്കറിയാം. ഏരിയ, അത് എവിടെയാണോ നമ്മുടെ ഈ ഒരു ദുരന്തം നടന്നത് ആ ഏരിയ കവർ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു അനലൈസേഷൻ വേണ്ടി വരും. നെക്സ്റ്റ് മാപ്പിംഗ്, ഇത് മറ്റുള്ളവർക്ക് അവിടെ എത്താൻ, അതായത് ഒരു ഗവൺമെൻറ് പല ഉദ്യോഗസ്ഥരും പല രീതിയിൽ, പല മീഡിയാസ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും അവരുടെ റിലേഷൻസ് ആണെങ്കിലും പലർക്കും ആ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു മാപ്പിംഗ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം, ഒരു ഹെൽപ്പ് അവർക്കത് ഒന്നെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ മീഡിയ വഴി എങ്ങനെയെങ്കിലും അവരെ അറിയിക്കണം. നെക്സ്റ്റ് ഫോട്ടോഗ്രാഫിക്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ. അതായത് ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ കണ്ടാൽ മാത്രമേ ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണെന്നൊക്കെ അവർക്ക് നമ്മളെ ഗവൺമെൻറ്റിനും അതിനനുബന്ധ ഉദ്യോഗസ്ഥന്മാർക്കും എന്തെങ്കിലും വിവരം ലഭിക്കും.